ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കെമിസ്ട്രിയോട് ബന്ധപ്പെട്ട ചെറിയൊരു കണ്ടന്റ് പറയാൻ വേണ്ടിയാണ് വന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, അന്താരാഷ്ട്ര രസാന്തര വർഷമായിട്ട് ആചരിച്ചതെന്നാണ് 2011. എന്തുകൊണ്ട് ആചരിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ശാസ്ത്രജ്ഞയായ മേരി ക്യൂരിക്ക് നോബൽ സമ്മാനം ലഭിച്ചതിൻ്റെ 100ാം വാർഷികം. 1911 മേരി ക്യൂരിക്ക് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അതിന് 100ാം വാർഷികമാണ് 2011 അന്താരാഷ്ട്ര രസാന്തര വർഷമായിട്ട് ആചരിച്ചത്. അങ്ങനെയാണ് അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചത് 2019. മെൻഡലീവ് ആവർത്തന നിയമം ആവിഷ്കരിച്ചതിൻ്റെ 180ാം വാർഷികം. ആവർത്തന നിയമം അല്ലെങ്കിൽ അദ്ദേഹം ആവർത്തന പട്ടികയ്ക്ക് തുടക്കം കുറിക്കുന്നത് 1869. അതിൻ്റെ 150ാം വാർഷികമാണ് അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചത്. അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യണം, അന്താരാഷ്ട്ര ആവർത്തന പട്ടിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. താങ്ക് യു.